കാസർഗോഡേക്ക് പോകാം നമുക്ക്. കാസർഗോഡ് ഉദിനൂരിൽ വനിതാ ബൂത്ത് ഏജന്റിന് നേരെ നായ്ക്കരണ പൊടി എറിഞ്ഞെന്ന് പരാതി. UDFന്റെ 154 ബൂത്തിലെ ടി രതിലയ്ക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. അവരുടെ വാക്കുകളിലേക്ക്. ഉച്ച മുതൽ അവർ ഭീഷണിയാണെന്നോട് നീ പുറത്തിറങ്ങൂല, നീ ഇവിടെ വന്നിട്ട് നേതാവാകണ്ട, നിന്റെ നാട് ഇതല്ല, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ, നീ നിന്റെ നാട്ടിൽ പോയി കളിച്ചാൽ ഇവർ കണ്ടാലും എനിക്ക് പേരെടുത്ത് അറിയുന്ന ആളുകൾ തന്നെ വന്ന് ഭീഷണി പറയുന്നത്. എന്നിട്ട് ഞാൻ അവിടുന്ന് അനങ്ങൂല, ഞാൻ പറയുന്നില്ല അവരോട്, അവസാനം എന്നെ കൊല്ലാനല്ലേ, അതിൻ്റെ അപ്പുറം ചെയ്യൂലല്ലോ, 5 മണി കഴിയാൻ ഞാൻ വീട്ടിൽ പുറത്ത് ഇറങ്ങൂലെന്ന്. ലാസ്റ്റ് ഒരു ബാബു എന്ന് പറഞ്ഞ ഒരാൾ, പ്രകാശ് ബാബു ടിക്ക്, ഇയാൾ വോട്ട് ചെയ്യാൻ അശോകൻ്റെ വോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അശോകൻ നാട്ടിലില്ല, നിങ്ങൾ ബാബോട്ടനല്ലേന്ന് ചോദിച്ചപ്പോൾ എന്നോടൊന്നും ഞാൻ അശോകൻ്റെ വോട്ട് ചെയ്യാൻ വിടൂലേന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഒബ്ജക്ഷൻ ഞാൻ പറഞ്ഞു, എന്നെ ഓഫീസറാക്കി തീരുമാനിക്കണം. അയാൾ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് പൊടി എറിഞ്ഞത്. ഉദിനൂരിൽ UDF പ്രവർത്തകനെ LDF പ്രവർത്തകർ ആക്രമിച്ചതായും പരാതി വരുന്നുണ്ട്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കൂടി ഇതിനിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആക്രമണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഈ ഒരു സമയത്ത് വരുന്ന വിവരങ്ങളാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. സ്വാതി, 154 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് വനിതാ ബൂത്ത് ഏജൻ്റാണ് UDFൻ്റെ. അവർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. പക്ഷേ ഈ പ്രദേശത്തുകാരിയല്ല, UDFൻ്റെ ബൂത്ത് ഏജൻ്റായാണ് ഈ ബൂത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട LDF പ്രവർത്തകർ രാവിലെ മുതലേ തന്നെ ഇവരെ ഇത്തരത്തിൽ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ ഈ നായ്ക്കരണപ്പൊടിയുടെ പ്രയോഗമുണ്ടായതെന്നാണ് പരാതി വരുന്നത്. ഇവരെ ഇപ്പോൾ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചില ഏകപക്ഷീയമായ സ്വാധീനമുള്ള ബൂത്തുകളിൽ ഇത്തരം അക്രമം നടക്കുന്നുവെന്ന വ്യാപക പരാതി ഇരുഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. UDFൻ്റെ കേന്ദ്രങ്ങളിൽ LDFും LDFൻ്റെ കേന്ദ്രങ്ങളിൽ UDFും ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നു, കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നു, വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അതിനിടയിൽ ഉദിനൂരിൽ തന്നെ ഒരു UDF പ്രവർത്തകനെ LDF പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട്. അദ്ദേഹവും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും വലിയ തരത്തിൽ അക്രമ സംഭവങ്ങൾ ഇല്ലെങ്കിലും ഇത്തരത്തിൽ ബൂത്തിൽ ഈ വോട്ട് വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആക്ഷേപങ്ങളും കയ്യേറ്റങ്ങളും ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വ്യാപകമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. എന്തായാലും വരും സമയങ്ങളിലും ഇത്തരത്തിൽ ആരോപണങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ പൊതുസ്ഥിതി.